ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ജോലി എന്നുള്ള നിലയിലല്ല. നമുക്കറിയാം, നമ്മൾ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ തളർന്നു പോകില്ലേ? അപ്പോൾ പലപ്പോഴും OP വൈകുന്നേരം 5 മണി 6 മണി വരെയൊക്കെ നീളുന്ന അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട് രാവിലെ തുടങ്ങിയാൽ. സാർ, ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് 8 to 1 ആണ് ടൈമിംഗ് പറയാറുള്ളത്. സാറിൻ്റെ ഒരു OP പറയുകയാണെങ്കിൽ സാർ എത്ര മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങാറ്? ഈ ഉദാഹരണത്തിന് എൻ്റെ OP ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ വാർഡിൽ റൗണ്ട്സ് എടുത്തിട്ട് OPയിലേക്ക് പോകും. OP നമുക്ക് 1 മണി വരെയാണ്. അത് കഴിയുമ്പോൾ അന്ന് നമുക്ക് ജനറ്റിക് ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ജനറ്റിക് ക്ലിനിക്കിൽ പോകും. അവിടെ കഴിയുമ്പോഴത്തേക്ക് 5 മണിയെങ്കിലും ആവും. അങ്ങനെയുള്ള ദിവസങ്ങളാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അത്രയും ഒരു വർക്ക് ലോഡ് ഇപ്പോഴത്തന്നെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ആശുപത്രിയിലെ വിവിധ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഫോൺ വിളികളും, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഇത് ഇൻ്റർനെറ്റിൻ്റെ സമയമല്ലേ, മീറ്റിങ്ങുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ റൗണ്ട് ദ ക്ലോക്ക് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു വർക്ക് ലോഡിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ സ്ഥലം മാറ്റങ്ങൾ മൂലം മാൻ പവർ കുറയുന്നത് കൊണ്ടുള്ള ഒരു ജോലിഭാരം കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിലപ്പുറം ഒരു വർക്ക് ലോഡ് വരുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എന്തായാലും നീങ്ങാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഒരു കാരണം.